ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മുടെ വീടും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മാറ്റാൻ നമുക്ക് പറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ മാറ്റുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഓപ്പറേഷണൽ ക്യാഷ് അല്ലെ, ഓ ക്യാഷ് നമുക്ക് എത്ര വരുന്നുണ്ട്, അതിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കൊണ്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ, സമൂഹത്തിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന, അല്ലെ ഒരു പണക്കാരൻ എന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺസിനെ നമുക്ക് കിട്ടാനും അത്തരത്തിലൊരു ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുന്നു. അതിലൂടെ നമുക്കുള്ള ലോൺസ് ആവട്ടെ, എന്ത് കടങ്ങളാണെങ്കിലും തീർക്കാനും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെ എന്താണ് ക്യാഷ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, സുനിലിൻ്റെ മകനെയും കൂട്ടി റൂട്ടിലൂടെ നടന്നു പോകും. അപ്പോൾ ഒരു 2 നില വീട് കാണാൻ, ഞാൻ സുനിൽ എക്സാമ്പിൾ പറയുന്നത് സുനിലിക്ക് അറിയില്ല എങ്ങനെയാണ്, ഒരു 2 നില വീടും ഒരു ബെൻസ് കാറ് കണ്ട വീട് കണ്ടപ്പോൾ സുനിലിന് മോൻ ചോദിക്കുകയാണ്, അച്ഛാ നമുക്ക് എന്താ ഇങ്ങനത്തെ വീടില്ലാത്ത, അച്ഛാ നമുക്ക് എന്താ ഇങ്ങനത്തെ കാറില്ലാത്ത? അപ്പോൾ ഈ അച്ഛന് 2 തരത്തിൽ മറുപടി പറയാം. ഒന്ന്, മോനെ ഇങ്ങനത്തെ വലിയ വീടുണ്ടാക്കണമെങ്കിൽ, ഇങ്ങനത്തെ ബെൻസ് കാറ് മേടിക്കണമെങ്കിൽ നേരായ രീതിയിൽ പൈസ ഉണ്ടാക്കിയ പറ്റില്ല, വല്ല കള്ളക്കടത്തോ മോഷണമൊക്കെ എനിക്ക് നാളെ പണി. ഇത് ഒരു തരത്തിൽ ആൻസർ പറയാം. രണ്ടാമത് എന്ത് പറയാം, എടാ മോനെ ഇത്തരത്തിൽ വീട് പണിയാനുള്ള പൈസ ഉണ്ടാക്കാതിൻ്റെ അച്ഛൻ അറിയില്ല, ഇത്തരത്തിൽ ബെൻസ് കാറ് വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള പണി നിന്റെ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ മകൻ അല്ലെ, അച്ഛന് പറ്റാത്തത് എനിക്ക് ചെല്ലുമെന്ന് ചിന്തിക്കും. അപ്പൊ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ക്യാഷ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, നല്ല കാറ്, നല്ല വീട് അല്ലെ, ആവശ്യത്തിനേറെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ മാറണമെങ്കിൽ ഇവരെ 5 മാസം 6 മാസം കഴിഞ്ഞാൽ പ്രതിമാസം ചുരുങ്ങിയത് 5 ലക്ഷത്തിന് മേലെയാണ് ഇതിന്റെ പ്രോഫിറ്റ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഈ 5 ലക്ഷം എല്ലാ മാസവും എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ജീവിതത്തിൽ പുതിയ 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 അല്ലെ, വീട് മാറുന്നു, കാർ മാറുന്നു, മക്കളുടെ പഠിക്കാനുള്ള സ്കൂളുകൾ മാറുന്നു, മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് വൺ, പേ ബാക്ക് പീരീഡ് ടെസ്റ്റ്. എത്ര നാൾ ഇത് കിട്ടും? അടുത്തൊരു ചോദ്യമാണല്ലേ. ഇത് ലെഗസി ആണോ? പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ? അല്ലേ? ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു കോട്ടേജിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാനിപ്പം 2 കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഇപ്പം സാറ് പറഞ്ഞ പോലെ എൻ്റെ മോനൊക്കെ അഭിമാനത്തോടെ ഇന്ന് അവൻ്റെ സ്കൂളിലൊക്കെ ചെന്ന് പറയുന്നതാണ്, ഞാൻ 2 കോട്ടേജിൻ്റെ ഓണറാണെന്ന്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം അവൻ പറയുന്നത് ഞാനാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. വേറെ എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇത്രയും കോട്ടേജസോ അങ്ങനെയൊന്നും പറയാനില്ല. കാരണം നമ്മൾ വേറെ എന്തും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്. കാരണം നമ്മളൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ കരുതി വെച്ചതിന്റെ ചിലർക്ക് പറയാൻ പറ്റുമല്ലേ, അതിന്റെ ഒരു അടുത്ത ഇതാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്കത് പറയാനില്ല, കുറെ ബാധ്യതകൾ മാത്രമായിരിക്കും. പക്ഷെ ഇത് വാങ്ങിക്കുന്ന ഓരോ വ്യക്തിക്കും നാളെ അവരുടെ മക്കൾ അഭിമാനത്തോട് പോകും. എൻ്റെ അച്ഛൻ എന്നെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും, അല്ലെ എൻ്റെ അമ്മയോ എൻ്റെ പേരൻസിന് ജീവിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുതിവെപ്പ് അവർ ചെയ്തിട്ടാണ് പോയെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ലെഗസി ആയിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സർ. എത്ര അല്ലെ, ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് ഇന്ന് പല സ്കീമുകൾ, ബാങ്ക് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇത് കഴിഞ്ഞ് മെച്യൂർ ആവും. പക്ഷെ ഇവിടെയോ ഇതിനെന്തില്ല, മെച്യൂരിറ്റി ഇല്ല, ലൈഫ് ലോങ് അല്ലേ. ഇവർ കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാണ്. അതുകൊണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒന്നാണ്. ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റ്, ഇമോഷണൽ ചെക്ക്. അതായത് നമുക്കറിയാം, നമുക്കിപ്പം നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ